UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. അതായത് അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം മുതൽ അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്ന പറയുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഇത് ജനറൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ BPL-നുള്ളതാണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ പോലും ഒരുപാട് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് UDF അധികാരത്തിൽ വരുന്നത്. അതൊന്നും കൂടാതെ പിണറായി വിജയനോടുള്ള ആ ഭരണകൂടത്തിനോടുള്ള എതിർപ്പ് വ്യക്തമായിട്ട് ഇക്കുറി കാണാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇതൊരു ട്രെൻഡല്ല. ഒരു പക്ഷേ ഒരു കൂട്ടം മനുഷ്യരെ, ലക്ഷക്കണക്കിന് ആളുകളുടെ എതിർപ്പ് പിണറായി സർക്കാരിനെതിരെ വന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. 10 വർഷം തുടർച്ചയായി ഭരിച്ചതാണ്. തീർച്ചയായിട്ടും പോരായ്മകൾ ഉണ്ടാകും. ഈ പോരായ്മകൾ 5 വർഷത്തിനുള്ളിൽ നടക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കാം. 10 വർഷവും അത് തുടർന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അത് കിടക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയേണ്ടത് സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, പെൺകുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം 1000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്ന് പറയുന്ന ഒരു കാര്യം, ബസ്സിലെ യാത്ര, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് UDF-ന് ആളുകൾ വോട്ട് ചെയ്തത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഒന്നാമത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, UDF-ന്റെ ആ ഒരു ജാഥയ്ക്ക് മുന്നിലേക്ക് LDF-ന്റെ കുറച്ച് പ്രവർത്തകര് പൊട്ടുന്ന കുപ്പി മറ്റുള്ള കാര്യങ്ങൾ വലിച്ചെറിഞ്ഞതും പോലീസുകാരെ വരെ വലിച്ചിഴച്ച് അടിച്ച് കൊണ്ടുപോയതും, പിണറായിയുടെ പോലീസ് അല്ലടാ ഇനി കോൺഗ്രസിന്റെ പോലീസാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാം പരിശോധിക്കാം. ആദ്യം നമുക്ക് രമേശ് പിഷാരടിയുടെ വിഷയത്തിലൂടെ തന്നെ കടന്നു പോകാം. ഞാൻ ഏറ്റു ചെറിയ കാര്യമല്ലേ, ചെറിയ പാലമാണ്, മറ്റേതൊന്നും വിചാരിക്കരുത്, ഒരു പാലം. ജനങ്ങളോടുള്ള സമീപനം, രമേശ് പിഷാരടി വെറും ഒരു സിനിമാ നടൻ, വെറും ഒരു കൊമേഡിയൻ എന്ന രീതിയിലാണ് BJP പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അയാളുടെ അത്ര അറിവുള്ള ഒരു മനുഷ്യൻ BJP-യിൽ ഉണ്ടോ എന്ന് തന്നെ സംശയം എന്നുള്ളതാണ്. പറയുമ്പോൾ അഖിൽമാരാർ എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ച് പറയാറുണ്ട്. അതിനുള്ള മറുപടി ഒന്നും രമേശ് പിഷാരടി കൊടുത്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് അയാൾ ഇന്ന് പറയുന്ന നാളെ മാറ്റി പറയും. അതുകൊണ്ട് അവൻ ഒരു മറുപടി അർഹിക്കുന്നില്ല എന്നാ പറഞ്ഞത്. മൗനം വിദ്വാനഭൂഷണം എന്നാണല്ലോ. ശോഭാ സുരേന്ദ്രന്റെ വിഷയത്തിലും രമേശ് പിഷാരടി ഒന്നും പറഞ്ഞില്ല. വോട്ടർമാരുടെ അടുത്ത് ചെല്ലുന്നു, വോട്ടർമാർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, അത് ചെയ്തു കൊടുക്കാം, അത് നൽകാം എന്ന് വാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് രമേശ് പിഷാരടിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയേണ്ടി വരും. പിന്നെ ആഗോളതലത്തിൽ എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗ വേദികൾ എടുത്തു നോക്കിയാലും പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതാണ് രമേശ് പിഷാരടി പാലക്കാട് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു വോട്ട് മറിക്കാനുള്ള പണമിറക്കലും അത് കൂടാതെ തന്നെ സാരിയും മറ്റും കൊടുത്ത് അവരെ കൈക്കലാക്കാൻ ശ്രമിച്ചതൊക്കെ ജനങ്ങൾ വ്യക്തമായി കണ്ടു, വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. 3 സീറ്റ് BJP-ക്ക് കിട്ടി, വളരെ സങ്കടമുണ്ട്. ആ 3 സീറ്റ് കിട്ടി എന്ന് കരുതിക്കൊണ്ട് അവരെ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അത് താഴെ ഇറങ്ങും. ഇനി നമുക്ക് പിണറായി വിജയനിലേക്കൊന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. പിണറായി വിജയന്റെ ധാർഷ്ട്യം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണത്രേ ആള് പുറത്തായത്. ഒന്ന് കാണാം. പടക്ക് പുറത്ത് ഇനിയൊരു ചോദ്യമില്ല, ഒരു ചോദ്യമില്ല, അവസാനിച്ചു. പത്രപ്രവർത്തകൻ എത്ര കാലം അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാം ഒരു ശരിയായ ഏർപ്പാടല്ലേ. ഞാൻ അവസാനിപ്പിച്ചല്ലേ. നിങ്ങൾക്ക് എന്താ തർക്കിക്കാണോ വേണ്ടത്? മാലെടുക്കാൻ കൊടുക്കും. അമ്മാതിരിക്കാൻ വേണ്ടി വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഞാൻ നല്ലത് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനകത്ത് വിഷമം തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി ഞാൻ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് ഒന്നും സംസാരിക്കാതെ ഇറങ്ങി പോകേണ്ടതായിരിക്കും. മാലെടുക്കാൻ കൊടുക്കും. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. പ്രായക്കൂടുതലിൻ്റെതാണോന്ന് അറിയില്ല. പിണറായി വിജയനെ ഒരു 10 വർഷം മുമ്പ് കണ്ടതുപോലെയല്ല പിന്നീട് കാണുന്ന സമയത്തുള്ളത്. 10-15 വർഷം മുൻപ് പിണറായി വിജയൻ ഒരു കരുത്തുറ്റ, ഏതൊരു വ്യക്തിക്കും റെസ്പെക്ട് തോന്നുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു സഖാവ് തന്നെയാണ്. പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു സഖാവ് ഒന്നല്ല കേട്ടോ. പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ തിരിച്ചു കൊടുത്ത് തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും, ഏത് തമ്പുരാനാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടി മെമ്പർഷിപ്പ് ആ ചങ്ങലക്കൂട്ടിൽ നിന്ന് പുറത്തു വന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പിണറായി വിജയനെ കാണുമ്പോൾ റെസ്പെക്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ദൃഢതയുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ എവിടെയോ ധാർഷ്ട്യം കടന്നുകൂടി. പ്രായക്കൂടുതലിൻ്റെതാകാനാണ് സാധ്യത. എന്തൊക്കെയായാലും അത്
ഈ ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു മുഖമല്ല. ചിരിയുടെ മുഖം തന്നെയാണ് നമുക്ക് വേണ്ടത്. അയാൾ ചിരിക്കാറില്ലടാ എന്നൊക്കെയാണ് ചില ആളുകൾ കമന്റ് ഇടുന്നത്. അതെ, ചിരിക്കണം. ചിരിച്ച് കഴുത്തറക്കാനല്ല, ചിരിച്ച് കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി VD സതീശന്റെ ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്രേ ഞാൻ പറയുന്നത്. അതൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും മറക്കില്ല. ഇതാണ് നേതാവ്. മറക്കില്ല ഞങ്ങൾ. പിണറായി വിജയന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് ഓടിക്കയറിട്ട് കരിങ്കൊടി കാണിച്ച 2 നേതാക്കന്മാരുണ്ട്. UDFന്റെ നേതാക്കന്മാരാ. ഒരാളിന്ന് MLA ആണ് കേട്ടോ. അവരുടെ ഒരു കരുണ പോലും കാണിക്കാതെ പിണറായി വിജയൻ എന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എല്ലാം ചേർന്നുകൊണ്ട് അടിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടതാ. എല്ലാവർക്കും തരാൻ പണി എന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ്സുകാരെ അകാരണമായിട്ട് മർദ്ദിച്ച എല്ലാ പോലീസുകാർക്കും തിരിച്ച് പണി കൊടുക്കുമെന്ന് തന്നെയാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പോലീസുകാരൊക്കെ കാൽമുട്ട് കൂട്ടിയടിച്ചൊരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. ദൈവമേ, ഒരു വീഡിയോയിൽ ഞാൻ പെട്ടിട്ടുണ്ടാവരുതേ എന്നാകാനാണ് സാധ്യത. കാലം എല്ലാത്തിനും മറുപടി ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി പാലക്കാടിലേക്ക് കിടക്കാം. പാലക്കാട് ഈ ഒരു കുപ്പിയേറും കല്ലേറും ഒക്കെയാണ് വിഷയമായിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. 1 വിഷലല്ല, 2 വിഷലല്ല, 3 വിഷലുണ്ട്. ആരാദ്യം എറിഞ്ഞു എന്നുള്ളതാണ് ആദ്യ ചോദ്യം അല്ലേ? എന്തിനെറിഞ്ഞു രണ്ടാമത്തെ ചോദ്യം. ആദ്യ ചോദ്യം ആരാദ്യം എറിഞ്ഞു കാണാം. തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ കാണുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ വരാന്തയിൽ നിന്നും അല്ല മൈതാനിയിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് പിഷാരടിയുടെ നേരെ എറിയുന്നുണ്ട്. അത് ആൾക്കൂട്ടത്തിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അതാ നിങ്ങൾ ആദ്യം കാണുന്നത്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാം ആരെറിയുന്നു എന്നുള്ളത്. ഓക്കെ, കുപ്പി കൃത്യമായിട്ട് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് നിന്നാണ് എറിയുന്നത്. ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് മാത്രമാണോ ഒരു ഏറ് വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് കാണാം. രമേശ് പിഷാരടി കൃത്യമായിട്ട് കാണുന്നുണ്ട്. മുഖത്ത് മുസ്ലിം ലീഗിന്റെ കൊടി കെട്ടിയ ഒരു പയ്യൻ അങ്ങോട്ട് കല്ലെറിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടുണ്ട്. 2 പേരെ ന്യായീകരിക്കാൻ ഞാൻ ആളല്ല. 2 പേര് ചെയ്തതും ഊളത്തരമാണ്. ഇത് ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ ആദർശം കൊണ്ട് നിങ്ങൾ നേരിട്ടോളൂ. കൈകൊണ്ടും കാലുകൊണ്ടും ആയുധങ്ങൾ കൊണ്ട് നേരിടാനുള്ളതല്ല. നിങ്ങൾ നാക്കുകൊണ്ട് നേരിട്ടോ, വാക്കുകൾ കൊണ്ട് നേരിട്ടോ. നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറി. പക്ഷെ ഒന്നും അറിയാത്ത ഒരു കൂട്ടം പാവങ്ങള് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് തന്റെ സാരഥിയെ ഏറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് കല്ലെറിയുമ്പോൾ ഇതൊക്കെയാണോ രാഷ്ട്രീയം? ഇതൊന്നും രാഷ്ട്രീയമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്നതാവരുത് രാഷ്ട്രീയം. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചുയർത്തേണ്ടതായിരിക്കണം രാഷ്ട്രീയം. ഒരു സഖാവ് എപ്പോഴും ചെയ്യേണ്ടത് വീണ് കിടക്കുന്നവനെ സഹായിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കാനോ രക്തം കൊണ്ട് കഥ എഴുതാനോ അല്ല നിൽക്കേണ്ടത്. ഈ തോൽവി ഏറ്റെടുക്കാനുള്ള ആ ഒരു മനസ്ഥിതി അത് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും സന്തോഷം മാത്രമേ എനിക്കൊക്കെ ഉള്ളൂ. പക്ഷെ ചില ആളുകൾക്ക് ഒരു പ്രത്യേക മനോവികാരമാണെന്നുള്ളതാണ്. ആ മനോവികാരം അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അറിയോ? ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്കുണ്ടായ ആ മനോവികാരമാണ്. ഇപ്പൊ എനിക്ക് ആ മനോവികാരമല്ല. ഇവിടെ തെറ്റിനെ തെറ്റായിട്ടും ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ഭരണമാറ്റം അനിവാര്യമായിരുന്നു എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഇവിടെ UDF ജയിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള ബോധമാണ് ഇവർക്ക് വേണ്ടത്. അതില്ലെങ്കിൽ വലിയ അപകടം. ഇനി നമുക്ക് BJP-യിലോട്ടും കൂടി ഒന്ന് കടക്കാം. ശ്രീമതി ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിലെ ആദ്യത്തെ വനിതാ MLA എന്ന ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നിയോഗമാണ്. ശ്രീമതി ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ എന്ന ചരിത്രം നേടിയതുപോലെ ശ്രീലേഖയൊക്കെ പോയി. ചേട്ടായി വല്ല അറിയുന്നുണ്ടാ? BJP-യുടെ ആകെ 3 ജയിച്ചുള്ളൂ. അതിൽ ശ്രീലേഖ ചാച്ചി ഇല്ല, നിങ്ങളുടെ റോബിൻ ചേട്ടനും ഇല്ല. പിന്നെ 2020 അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണത്തിന് ഇറക്കിയിരുന്നില്ലേ? അതൊക്കെ ഇപ്പൊ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ കുറെ എണ്ണത്തിന് ഇറക്കണം കേട്ടാ. കേരളത്തിലെ ആദ്യത്തെ IPS വനിതാ ഉദ്യോഗസ്ഥയാണ്. എന്താ ചെയ്യാ? BJP-യുടെ കൊടിയും പിടിച്ചിട്ട് റോട്ടിൽ കൂടെ കാട്ടിക്കൂട്ടി നടന്നിരുന്ന കുറച്ച് കോപ്രായത്തരങ്ങളുണ്ട്. എന്റെ പൊന്നേ, ഇവരൊക്കെ കേരള പോലീസിന്റെ മേധാവി പദവിയിൽ ഇരുന്നിരുന്ന ആളാണെന്ന് കണ്ടാ പോലും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അതാണ് BJP-യിലേക്കാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറങ്ങ് പണയം വെക്കും എന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇനി ശോഭാ സുരേന്ദ്രന്റെ ഒരു ഇതും കൂടി ഉണ്ട്, കേൾക്കാം. എന്നെ പോലെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ഇടത്തരം കുടുംബത്തിൽപ്പെട്ട കഞ്ഞി കുടിക്കാൻ ഗതി വന്നിട്ടുള്ളവർ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോ വില വർദ്ധിച്ചു, 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്. അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ. അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വിലയല്ല 1 ഇരട്ടിയോ 2 ഇരട്ടിയോ അല്ല 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റ് 1 രൂപ പോലും അഴിമതി നടത്തുന്നില്ല എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായി. 350 രൂപ ഗ്യാസിന് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിലൂടെ ഗ്യാസും കുറ്റി ഏറ്റി നടന്ന ചേച്ചിയാണ്. അപ്പൊ ചേച്ചീനെ കാണാനില്ല. 1000 ഉറുപ്പ്യ ഇപ്പൊ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഗ്യാസിന്റെ വിലക്ക് എവിടെ കിടക്കുന്നത്? ഇപ്പോഴും 3 ആൾക്കാരെ ജയിപ്പിച്ചു വിട്ടിട്ടില്ലേ? ആ 3 ആൾക്കാരെ ജയിപ്പിച്ചു വിട്ടൊക്കെ ഭാവിയിൽ നിങ്ങൾ ഖേദിക്കുന്നുള്ളതാണ്. എടോ, ഇവർക്കൊക്കെ ആകെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതരാഷ്ട്രീയം എന്നുള്ളതാണ്. ഈ മതരാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരെയൊക്കെ ജയിപ്പിച്ച ആളുകളുണ്ടല്ലോ, നിങ്ങളെ ഞാൻ നമിച്ചു കേട്ടോ. നിങ്ങൾ എന്ത് പൊട്ടത്തരാവ് ചെയ്തെന്നുള്ളത് ഭാവിയിൽ മനസ്സിലാക്കിക്കൊള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ 1000 ഉറുപ്പ്യയില്ലേ ഗ്യാസിന്റെ വില വീണ്ടും കൂടിക്കോളും. പെട്രോളിന്റെ വില 2 ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും കൂടും. കേരളത്തിൽ BJP-ക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കൂട്ടൂലായിരിക്കാം. ഇപ്പൊ അതല്ല അവസ്ഥ. BJP ഇവിടെ വാഴിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ കേരളത്തിനുള്ള ആനുകൂല്യങ്ങൾ അവർ പരമാവധി പിടിച്ചു വെക്കാൻ ശ്രമിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഗ്യാസിന് കൂട്ടിയതിന്റെ ഏകദേശം ഒപ്പം തന്നെ ഇപ്പൊ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വിലയും കൂട്ടും. 2020 ശേഷം സബ്സിഡി പോലും കട്ട് ചെയ്ത ടീമങ്ങളും എല്ലാവരും അറിഞ്ഞിരുന്ന ആർക്കൊക്കെ സബ്സിഡി കിട്ടുന്നതെന്ന് പറയണം കേട്ടാ. എന്നാ വളരെ വ്യക്തമായിട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം എന്താണ് BJP-യുടെ അഴിമതി എന്നുള്ളത്. അഴിമതിരഹിത ഭരണമെന്നാണ് നാഴികയ്ക്ക് 40 വട്ടം മോദിയും സംഘവും സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് നടമാടുന്നത് ഞെട്ടിപ്പിക്കുന്ന അഴിമതികളാണ്. അത്തരമൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള 2024-25 കാലയളവിലെ CAG റിപ്പോർട്ട്. ഫണ്ട് ചോർത്തുന്നതിനായി ചേർത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് വ്യാജ അംഗങ്ങളാണെന്ന് ഇത് സംശയമില്ലാതെ തെളിയിക്കുന്നു. അഴിമതിരഹിത ഭരണത്തിന്റെ വീമ്പ് പറച്ചിലുകൾ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി മറച്ചുവെക്കാനുള്ള കൗശലം മാത്രം. എപ്പടി ഇருக்கு? പിന്നെ കൃത്യമായി ഡാറ്റ വെച്ച് സംസാരിച്ചാൽ BJP-യിലുള്ള കുറെ കൂതറകൾക്ക് ഒരു ബോധമില്ല എന്നുള്ളതാണ്. ഇപ്പൊ കുറെ എണ്ണം വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടും. ഒരു കാര്യം ചെയ്ത പൊട്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നേ. ആ സമയത്ത് എടപ്പാളോട്ടം നടന്ന സമയത്ത് ഇവരൊക്കെ അടിച്ചോടിച്ച കൂട്ടത്തിലുള്ള സഖാവാണ് ഞാൻ. അതുകൊണ്ടൊക്കെ തന്നെ അന്ന് നല്ല രീതിയിൽ വാങ്ങിയ കുറെ സംഖ്യകളുണ്ടല്ലോ, അവർക്ക് ഭയങ്കര കുരുപൊട്ടല. ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യും, UDF ചോദിച്ചിട്ട് നിനക്കെന്താ കരച്ചിൽ വരാത്ത എന്നൊക്കെ ചോദിക്കുന്നത്. ഈ പൊട്ടന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇവിടെ LDF ജയിച്ചാലും UDF ജയിച്ചാലും ഈ ചാണകങ്ങൾക്കെതിരെ തന്നെയാണ് നിൽക്കുക. ഈ ചാണകങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ കൂടെ നമ്മൾ നിൽക്കും. പക്ഷെ ചില ആളുകളുടെ കൂടെ നമ്മൾ പോവില്ല കേട്ടോ. വർഗീയത പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും പോവില്ല. എനിക്കിവിടെ UDF ജയിച്ചാലും LDF ജയിച്ചാലും ഒരു ധൈര്യം ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാണകങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ള ധൈര്യം കൊണ്ടാ, വേറൊന്നും കൊണ്ടല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. കേരളത്തിലെ അവസ്ഥ എന്തായാലും BJP-യെ അടുപ്പിക്കില്ല, ഉറപ്പാ. 5 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണെന്നുള്ളത്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നു സംഘികളെ ഇങ്ങോട്ട് കയറാൻ വരണ്ട. എടപ്പാളോട്ടം ഓർമ്മയില്ലെങ്കിൽ കൊണ്ട് ഓർമ്മിപ്പിച്ചു തരും, അത്ര തന്നെ. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. മാവില ചക്ക തിന്നാൻ പാടുണ്ടോ മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ എന്നെ സംബന്ധിച്ചിപ്പോ ചക്കയുടെ കാലാണ്. വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം.
ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തെട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണയുള്ളു. ഇവർക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി മാറാത്തതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നാറാത്തത് നാട്ടിക്കാൻ നിൽക്കണ്ട, വെറുതെ ആവശ്യമില്ല നാണക്കേട് നിൽക്കലിന്റെ പൊന്നു ചാച്ചി. ചേച്ചീനെ ഇപ്പൊ ആരും ട്രോളല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടൊരു സാധനം വരുന്നുണ്ട്. അതേപോലെ തന്നെ അഖിൽമാരാറിന്റെ ഗീർവാണമടി വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, BJPക്ക് സീറ്റ് കിട്ടരുത് എന്നുള്ളത്. പക്ഷെ അതിൽ 3 സീറ്റ് കിട്ടി, അത് ആ നാട്ടുകാർ ഭാവിയിൽ മനസ്സിലാക്കിക്കോളും എന്നുള്ളതാണ്. പിന്നെ ആ പാലക്കാടിലെ കല്ലേറ് വിഷയം, രണ്ടുപേരും തലങ്ങും മെലങ്ങും എറിഞ്ഞിട്ടുണ്ട്, ഊളത്തരാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനാണ് നടന്നിട്ടുള്ളത്. കയ്യിന്റെയും കാലിന്റെയും ഊക്ക് കാണിക്കാനുള്ളതല്ല ഇത്. അത് ആദ്യം മനസ്സിലാക്കുക. പണിയെടുത്ത് ജയിക്കുക, അത്ര തന്നെ. അല്ലാതെ ഊളത്തരം കാണിക്കരുത്. ഇത് എല്ലാവരോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. UDF അധികാരത്തിലെത്തിയിട്ടുണ്ട്. UDF സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും അവർ നിറവേറ്റുമെന്ന് നമുക്ക് നോക്കാം, അതിന്റെ കൂടെ നിൽക്കാം. ഇവിടെ ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി. സമാധാനം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പഴയ പോലെയല്ല, അപകടം പിടിച്ച ഒരു രീതിയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി. ഇടയ്ക്ക് കറണ്ടൊക്കെ പോയി, അതായിട്ട് ഇടയ്ക്ക് മിന്നിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രമിക്കുക. സുലാൻ.